പഞ്ചമസ്കന്ധമാതീതി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വിവിധ, എനിക്ക് അങ്ങനെയാട്ടോ മനസ്സിലായത്. ഇത് വേറെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചോ അതൊന്നും എനിക്കറിയില്ല. പലപ്പോഴും എന്റെ ചിന്തകളൊക്കെ ഈ രീതിയിലാണ് പോവുക. സ്ത്രീ പ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓരോ പെൺകുട്ടിയെയും ഓരോ സ്ത്രീയെയും കേന്ദ്രീകൃതമായിട്ടാണ് എന്റെ ചിന്തകൾ പോവാറ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. കാരണം നമ്മൾ പറഞ്ഞു ആദ്യം നിഷ്കളങ്കയായിട്ടുള്ള കുട്ടിയായിട്ട് ജനിക്കുകയും പിന്നീട് ബ്രഹ്മചാരിയായിട്ടുള്ള ജ്ഞാനം ആർജിക്കുകയും അത് കഴിഞ്ഞിട്ട് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുകയും അത് കഴിഞ്ഞിട്ട് സൃഷ്ടിയുന്മുഖയാവുകയും ചെയ്തു. അപ്പോ ഇച്ഛാശക്തിയോട് കൂടി കുറച്ചു കാലം പ്രവർത്തിച്ചതിന് ശേഷം സ്കന്ധമാതാവായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. കുറച്ചു കാലമുണ്ട്. അപ്പോ ഈ കുറച്ചു കാലം എന്ന് പറയുന്നത് ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. അഗമ്യമായിട്ടുള്ള ഇച്ഛാശക്തിയിൽ നിന്ന് വേണം അടുത്തൊരു സൃഷ്ടി ഉണ്ടാകാൻ, അതല്ലെങ്കിൽ അടുത്ത ഒരു നേട്ടം ഉണ്ടാക്കുവാനായിട്ട്. അപ്പോഴാണ് ഏറ്റവും യോഗ്യമായിട്ടുള്ള സൃഷ്ടി നടക്കുന്നത്. അബദ്ധത്തിൽ സംഭവിച്ച സൃഷ്ടികൾ അത് അതിനേക്കാൾ വലിയൊരു അബദ്ധമായി മാറിയെന്ന് വരാം.